ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓപ്പൺ ക്യാമറയും ഈ ഒരു സാധാ ക്യാമറയും വെച്ചിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഗൂഗിൾ ക്യാമറ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഓപ്പൺ ക്യാമറ ഉപയോഗിച്ചാൽ എനിക്ക് ഒരു മുഖത്തൊക്കെ ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവ് അങ്ങനത്തെ ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നമ്മളെ ഈ ഒരു ഓപ്പൺ ക്യാമറ നൈസായിട്ടൊന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫോണിനെ സ്പെസിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു ഗൂഗിൾ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന റിയൽമി നാർസോ 20 ആണ്. അപ്പോൾ ആ ഒരു ഫോണിന് ഒരു വ്യത്യസ്ത ഗൂഗിൾ ക്യാമറയും അതുപോലെ തന്നെ വേറെ അപ്പോൾ നമ്മളെ ഫോൺ മാറുന്നതിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാമറകളാണ് വരിക. ക്യാമറകളല്ല, ഗൂഗിൾ ക്യാമറകളുടെ പല വേർഷൻസാണ് വരിക. അപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഒരു സാധാ ക്യാമറ അല്ലെങ്കിൽ കോമൺ ക്യാമറയിൽ എന്ത് പറ്റുന്നില്ല, മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മൈക്ക് സപ്പോർട്ട് ആകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു ഓപ്പൺ ക്യാമറയും അല്ലെങ്കിൽ ഈ ഒരു സാധാ നമ്മൾ ഓർഡിനറി ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാക്കുക ഈ ഒരു വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഓപ്പൺ ക്യാമറയും നമ്മൾ സാധാ ക്യാമറയും വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നത് പോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആദ്യം ഇൻട്രോ പറഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഗൂഗിൾ ക്യാമറ. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സാധാ ക്യാമറയും അല്ലെങ്കിൽ ഈ ഒരു ഓപ്പൺ ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഓർഡിനറി ക്യാമറ വെച്ചിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ഒരു ഓപ്പൺ ക്യാമറയും അല്ലെങ്കിൽ ഈ ഒരു നമ്മളെ സാധാ റിയൽമി അല്ലെങ്കിൽ നിങ്ങളുടെ സാധാ ഒരു ക്യാമറയും ഓപ്പൺ ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ പലരും ഓപ്പൺ ക്യാമറ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓപ്പൺ ക്യാമറ ഒരിക്കലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ക്യാമറയാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ക്യാമറയാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഓപ്പൺ ക്യാമറയ്ക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് അതിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓപ്പൺ ക്യാമറ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിൽ കുറേ ബേസിക് ആയിട്ടുള്ള കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ നല്ല വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് ഈ ഒരു ഓപ്പൺ ക്യാമറ, ഗൂഗിൾ ക്യാമറ അല്ലെങ്കിൽ ക്യാമറാസിനെ പറ്റി കൂടുതൽ അറിയേണ്ടവർക്കാണ് ഈ ഒരു വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആവുക. അപ്പോൾ എന്തായാലും കാണുക, വീഡിയോ മൊത്തമായിട്ട് കാണുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർഡിനറി ക്യാമറ എടുക്കും. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു മൈക്ക് സപ്പോർട്ട് ആവില്ല. എൻ്റെ ക്യാമറയിൽ ഈ ഒരു മൈക്കിൻ്റെ ഒരു സെറ്റിങ്സ് നമ്മളെ ഓർഡിനറി ക്യാമറയിൽ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഓപ്പൺ ക്യാമറയും അതുപോലെ തന്നെ ഗൂഗിൾ ക്യാമറയിലൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് സാധാ ക്യാമറയിൽ തന്നെ നമുക്കൊന്ന് വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ മൈക്ക് യൂസ് ചെയ്യില്ല, കാരണം എന്താ വെച്ചാൽ മൈക്ക് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മളെ സാധാ ക്യാമറ അല്ലെങ്കിൽ ഈ ഒരു റിയൽമിയുടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധാ ഫോൺ ഉപയോഗിക്കുമ്പോഴുള്ള അതിൻ്റെ ക്യാമറ ആണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മൈക്കും കാര്യങ്ങളൊന്നും കുത്തിയിട്ടില്ല, ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈക്ക് സപ്പോർട്ട് ആകാത്തതുകൊണ്ടാണ് കുറച്ച് സൗണ്ട് അധികം എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഓപ്പൺ ക്യാമറയും ഈ ഒരു ക്യാമറയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, അധികമായിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഒരു വിലയിരുത്തലായിട്ടാണ് ഈ ഒരു വീഡിയോ എത്രത്തോളം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നത് പോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഞാൻ അജയ്, ക്യാമറാമാൻ വൈഗ, മീഡിയ മേക്കേഴ്സ്. ബൈ.